എങ്ങനെയുണ്ട് മോളെ? അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതോ ഇപ്പോഴും? എന്ത് പറയാനാ അമ്മേ, പിള്ളേരെ ആലോചിച്ച് ഞാൻ സഹിക്കുക. ഇനിയിപ്പോ അങ്ങേര് കടം മേടിക്കാൻ ആ ഡൊണാൾഡ് ട്രംപ് മാത്രമേ ഉള്ളൂ. സാരമില്ല, ചായ എടുത്തു കുടിക്കാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ എന്തിയേ? അവിടെ അരണ്ടോട് ഫോൺ ചെയ്തോണ്ട് നിൽപ്പുണ്ട്. എടാ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ പൈസ ഉണ്ടാവുമ്പോ എങ്ങനെയെങ്കിലും തരും. ഈ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കടാ. എടാ ഞാൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ഇതെല്ലാം ഓടിക്കണേ. നീ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. എടാ ഞാൻ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. അതുവരെ നീ എനിക്കൊന്ന് സമയം താ. ഞാൻ നിന്നെ പറ്റിച്ചിട്ട് പോകുന്നില്ല. ആ ഞാൻ വിളിക്കാം. ഞാനിപ്പോ എന്റെ ഭാര്യ വീട്ടിലാണ്. ആ ഇവരൊക്കെ കേട്ടാ ആകെ മോശമാവുക. അതുകൊണ്ടാണ് ഞാൻ തരും. ഞാൻ ഉറപ്പായിട്ട് തരും. ആ ശരി. രൂപേഷേ, രൂപേഷ്, വാ മോനെ, ചായ എടുത്തു കുടിക്ക്. ദേ അവള് കുടിച്ചോണ്ടിരിക്കുക. ആ ഞാനേ ഒരു ഫോൺ ചെയ്യായിരുന്നു അമ്മേ. എന്നാ ഇറങ്ങാം. അമ്മ എന്നാ ഞങ്ങള് പോയിട്ട് വരാം. രൂപേഷേ, നീ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് പിന്നെ ഈ പൈസയുടെ കാശ് കടം മേടിച്ചതിന്റെ അത് കാര്യാക്കണ്ട. എന്റെ കയ്യില് 1,00,000 രൂപയൊന്നും തരാനില്ല. തൽക്കാലം നീ 50,000 പിടിക്ക്. നീ കൈ കാണിക്ക്, മേടിക്ക്. ആ എന്റെ മകളെ കല്യാണം കഴിച്ച ആള് എന്റെ മകൻ തന്നെയല്ലേ? അല്ല അമ്മേ, എന്നാലും ഞാൻ ഇവൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ മേടിച്ചതല്ലേ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും വലിയ ഇഷ്ടമല്ല അമ്മേ. നീ അങ്ങനെ ദുരഭിമാനം ഒന്നും വിചാരിക്കണ്ട രൂപേഷേ, അത് ഞാൻ നിനക്ക് തന്നതാ. ദുരഭിമാനത്തിന്റെ അല്ല അമ്മേ, നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മേല ഇങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും നമ്മുടെ ഇടയിൽ വേണ്ട. എനിക്ക് ഇങ്ങനെ തന്നെ തന്നാൽ മതി. കവറിന്റെ ആവശ്യമില്ല. ഇത് അമ്മ വെച്ചോളൂ. 46, 47, 48, 49. ഇതിൽ 500 രൂപ കുറവുണ്ടല്ലോ. എപ്പോ തരും? എങ്ങനെയുണ്ട് മോളെ? അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതോ ഇപ്പോഴും? എന്ത് പറയാനാ അമ്മേ, പിള്ളേരെ ആലോചിച്ച് ഞാൻ സഹിക്കുക. ഇനിയിപ്പോ അങ്ങേര് കടം മേടിക്കാൻ ആ ഡൊണാൾഡ് ട്രംപ് മാത്രമേ ഉള്ളൂ. സാരമില്ല, ചായ എടുത്തു കുടിക്കാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ എന്തിയേ? അവിടെ അരണ്ടോട് ഫോൺ ചെയ്തോണ്ട് നിൽപ്പുണ്ട്. എടാ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ പൈസ ഉണ്ടാവുമ്പോ എങ്ങനെയെങ്കിലും തരും. ഈ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കടാ. എടാ ഞാൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ഇതെല്ലാം ഓടിക്കണേ. നീ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. എടാ ഞാൻ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. അതുവരെ നീ എനിക്കൊന്ന് സമയം താ. ഞാൻ നിന്നെ പറ്റിച്ചിട്ട് പോകുന്നില്ല. ആ ഞാൻ വിളിക്കാം. ഞാനിപ്പോ എന്റെ ഭാര്യ വീട്ടിലാണ്. ആ ഇവരൊക്കെ കേട്ടാ ആകെ മോശമാവുക. അതുകൊണ്ടാണ് ഞാൻ തരും. ഞാൻ ഉറപ്പായിട്ട് തരും. ആ ശരി. രൂപേഷേ, രൂപേഷ്, വാ മോനെ, ചായ എടുത്തു കുടിക്ക്. ദേ അവള് കുടിച്ചോണ്ടിരിക്കുക. ആ ഞാനേ ഒരു ഫോൺ ചെയ്യായിരുന്നു അമ്മേ. എന്നാ ഇറങ്ങാം. അമ്മ എന്നാ ഞങ്ങള് പോയിട്ട് വരാം. രൂപേഷേ, നീ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് പിന്നെ ഈ പൈസയുടെ കാശ് കടം മേടിച്ചതിന്റെ അത് കാര്യാക്കണ്ട. എന്റെ കയ്യില് 1,00,000 രൂപയൊന്നും തരാനില്ല. തൽക്കാലം നീ 50,000 പിടിക്ക്. നീ കൈ കാണിക്ക്, മേടിക്ക്. ആ എന്റെ മകളെ കല്യാണം കഴിച്ച ആള് എന്റെ മകൻ തന്നെയല്ലേ? അല്ല അമ്മേ, എന്നാലും ഞാൻ ഇവൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ മേടിച്ചതല്ലേ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും വലിയ ഇഷ്ടമല്ല അമ്മേ. നീ അങ്ങനെ ദുരഭിമാനം ഒന്നും വിചാരിക്കണ്ട രൂപേഷേ, അത് ഞാൻ നിനക്ക് തന്നതാ. ദുരഭിമാനത്തിന്റെ അല്ല അമ്മേ, നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മേല ഇങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും നമ്മുടെ ഇടയിൽ വേണ്ട. എനിക്ക് ഇങ്ങനെ തന്നെ തന്നാൽ മതി. കവറിന്റെ ആവശ്യമില്ല. ഇത് അമ്മ വെച്ചോളൂ. 46, 47, 48, 49. ഇതിൽ 500 രൂപ കുറവുണ്ടല്ലോ. എപ്പോ തരും?